നമ്മുടെ അന്നത്തെ ഷോട്ട് കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചു ഇത് എന്ത് സൂപ്പാന്ന് മനസ്സിലായില്ല. എന്ത് സൂപ്പാന്ന് കണ്ടാലോ? എന്ത് ടേസ്റ്റായി സൂപ്പെന്നറിയോ? ഇത് ഇങ്ങനെ കുടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ കുടിച്ചു പോകും. എന്തായാലും നമുക്കത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. അപ്പം വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മൾ കുറച്ച് ചിക്കൻ വാങ്ങിച്ചിരുന്നു. അപ്പോൾ അത് കറിയാക്കാൻ റെഡിയാക്കി. കറിയല്ല കേട്ടോ, നമ്മുടെ മോമോസ് ഉണ്ടാക്കാൻ റെഡിയാക്കിയപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചിക്കൻ വേവിച്ച് അതിൽ നിന്ന് നമ്മുടെ ചിക്കൻ്റെ ഇറച്ചിയെല്ലാം മാറ്റി, എന്നാൽ ചെറിയൊരു ഭാഗം മാത്രം എല്ലിൽ മിച്ചം വെച്ചുകൊണ്ട് നമ്മൾ ഈ വേവിച്ച ചിക്കനൊക്കെ മാറ്റിയ ശേഷം അതിലേക്ക് അതായത് ഇതിൻ്റെ ബാക്കി വന്ന വെള്ളത്തിലേക്ക് നമ്മൾ ആ ചിക്കൻ്റെ എല്ലും ചെറിയ മാംസമൊക്കെ ചേർന്ന ഭാഗം അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അതിനുശേഷം എന്താ കണ്ടോ, ഇങ്ങനെയാണ് ആ എല്ലിരിക്കുന്നത്. ചെറിയ ചെറിയ മാംസഭാഗങ്ങളൊക്കെ ഇതിലുണ്ട്, കണ്ടില്ലേ. ഇനി ഇവനിലേക്ക് നമുക്ക് ഒരു സൂപ്പിലേക്ക് ആവശ്യമായത് എന്തൊക്കെയാണോ അതെല്ലാം ചേർക്കാം. ഇപ്പോൾ ഇത്തിരി മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചുകൊണ്ടാണ് മഞ്ഞ കളറിലിരിക്കുന്നത് കേട്ടോ. അല്ല ഉപ്പ് മാത്രമാണ് ചേർക്കാൻ നേരത്ത് വേവിച്ചതെന്നുണ്ടെങ്കിൽ ഈ കളർ വരില്ലായിരുന്നു, എല്ലാവർക്കും അറിയാമല്ലോ. എന്തായാലും അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് സൂപ്പ് റെഡിയാക്കാം അല്ലേ. അപ്പോൾ അതിലേക്കായിട്ട് നമ്മളുടെ കുരുമുളകാണ് ആദ്യത്തെ ആൾ. കുരുമുളകിനെ ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഉപ്പൊക്കെ പാകത്തിനുണ്ട്, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് നമ്മുടെ കോൺഫ്ലവർ ഉണ്ടല്ലോ, കോൺഫ്ലവറിൻ്റെ കുറച്ച് പൊടി എടുത്തിട്ട്, കോൺഫ്ലവർ എന്ന് പറഞ്ഞാൽ തന്നെ പൊടിയാണ്, എല്ലാവർക്കും അറിയാമല്ലേ, എന്നാലും പറഞ്ഞു പോയതാട്ടോ. അപ്പം അവനെ കൂടി നമ്മൾ കുറച്ച് ഇതിലേക്ക് തട്ടി എന്നിട്ട് എല്ലാവരെയും കൂടി അങ്ങോട്ട് നല്ലപോലെ മിക്സ് ചെയ്തു കേട്ടോ. ഇനി ഈ മിക്സ് ചെയ്ത സാധനത്തിനെ നമുക്ക് എന്ത് വേണം, നേരെ ഒരു മുട്ടയും കൂടെ അങ്ങോട്ട് പൊട്ടിച്ചിട്ടു. ഈ മുട്ട പൊട്ടിച്ചിട്ടതിലൊരു ഉദ്ദേശമുണ്ട് കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സൂപ്പൊക്കെ കിട്ടുമ്പോൾ അതിലിങ്ങനെ വെളുത്ത നൂല് പോലെ കിടക്കണ കണ്ടിട്ടില്ലേ. അപ്പോൾ നമ്മളുടെ ഈ സൂപ്പ് തിളച്ച് വരുന്ന സമയത്ത് വേണം നമ്മൾ ഈ മുട്ട പൊട്ടിച്ചിടാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ നൂല് പോലെ ഇത് കിട്ടും കേട്ടോ. എന്നിട്ട് ഇതങ്ങോട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലവണ്ണം തിളച്ചൊന്ന് വരട്ടെ. ഒന്ന് തിളച്ചാൽ മതി, വേവാനൊന്നും ഇല്ലല്ലോ, സൂപ്പിൻ്റെ പാകം അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഇത് അങ്ങനെ റെഡിയായി നമ്മുടെ സൂപ്പ് കയ്യിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ എടുത്ത് അങ്ങോട്ട് കുടിച്ചോളൂ, അടിപൊളിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കണ്ട കേട്ടോ. അല്ല ഇങ്ങനെയൊന്നും അല്ലല്ലോ ശരിക്കും കുടിക്കണ്ടേ, നമുക്കിത് ഇങ്ങനെ സ്പൂൺ ഉപയോഗിച്ച് കുടിക്കാം. അടിപൊളി ടേസ്റ്റിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ.